ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആട്ടോ. രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേന് 25 നൂൽപുട്ടും അതേപോലെ 15 പാലപ്പവും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം വൈകുന്നേരമാണ് ഒരു വിളിച്ച് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ ആ സമയം കൊണ്ട് തന്നെ വേഗം അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് കേട്ടോ. അരി പിന്നെ 2-3 മണിക്കൂർ മതി വെള്ളത്തിൽ കടന്ന് കുതിരാൻ. അപ്പം പാലപ്പം ഞാൻ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ചില കൂട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ സെയിൽ ചെയ്യുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരുമോ? നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. കുറേ മുന്നേയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ മതി. പിന്നെ അത് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് അരച്ചെടുക്കാൻ കഴിയില്ല, കുറച്ച് അരി അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ആ ജാർക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പച്ചരിയും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ അരച്ചെടുത്തു. എന്നിട്ട് അതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന്ന് ഒരു തവി മാവ് എടുക്കുക. 15 പാലപ്പമാണ് നമുക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 15 പാലപ്പത്തിന് 3 കപ്പ് അരിയൊന്നും വേണ്ട കേട്ടോ. ഒരു 2 കപ്പ് അരിയൊക്കെ ഉണ്ടായാൽ തന്നെ 15 പാലപ്പം കിട്ടും. ഞാനൊരു കപ്പ് അരി അധികട്ടതാണ് കേട്ടോ. ഇനി പാലപ്പൊക്കെ ചുടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ളത് നോക്കിയിട്ട് കൊടുക്കണ്ടേ. ബാക്കിയുള്ളത് നമുക്ക് കളയൊന്നും വേണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുകയും ചെയ്യാം. അങ്ങനെ എപ്പോഴും ഞാൻ കുറച്ച് അധികം എടുക്കലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളുപോയി. അപ്പോൾ ഇതാ ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു, നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ടല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം. തരി കാച്ചുക, കപ്പി കാച്ചുക എന്നൊക്കെ പറയും. കട്ട കെട്ടാനയക്കരുത് കേട്ടോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കയ്യിലോണ്ട് ഇതേപോലെ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പൊടി വെന്ത് കുറുകി വരും. ഇതൊക്കെ അധികം ആൾക്കാർക്കും അറിയണത് തന്നെയാണ്, പക്ഷേ ചില കൂട്ടുകാർക്ക് അറിയില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ പാലപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കൊണ്ടി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് ഞാൻ. അങ്ങനെ ആദ്യം ഞാനിങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് വേകുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ടൈറ്റായിട്ട് വരും, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്കറിയാം ഇത് വെന്തിക്കണമെന്നുള്ളത്, വെള്ളമൊക്കെ വറ്റിയിട്ട്. അങ്ങനെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇത് പായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറി വരട്ടെ. അപ്പോൾ പിന്നെ ഞാൻ ആ അടുപ്പത്ത് തന്നെ, നമുക്ക് നൂൽപുട്ടും വേണമല്ലോ, നൂൽപുട്ടിനുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ രാത്രി 10 മണിക്കാട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കുട്ടികൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് നമ്മളെല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം, പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കുക്കിങ്ങിന് നിന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇപ്പോൾ ചൂടായതുകൊണ്ട് ഉറങ്ങണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നൂൽപുട്ട് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ 5:30 നമുക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴത്തേന് ഫുഡ് കഴിക്കുമര്. അപ്പോൾ ഇതിന് ബലം വെക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരുന്നത്. അതിലേക്ക് ഉപ്പ് ഇട്ടാണ്ട് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ പാലപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുക. നൂൽപുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കണമെങ്കിൽ വെള്ളം ചൂടായിട്ട് വേണ്ടേ, അപ്പോൾ ചൂടാവണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ അരി ജാറിലിട്ടാണ്ട് അരച്ചെടുത്തല്ലോ, പിന്നെ അതിൽ കുറച്ച് ബാക്കിയില്ലേനോ, ആ അരി അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ തരി കാച്ചി വെച്ചില്ലേ, അതും അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് നിങ്ങൾക്ക് ചേർക്കേണ്ടത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ചോറ് ചേർത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തരി കാച്ചിയത് ചേർക്കുമ്പോൾ ചോറ് ചേർക്കണമെന്നില്ല. അതേപോലെ തന്നെ വലിയൊരു മുറി തേങ്ങ ചിരവിയതും അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ഞാൻ മഞ്ജുമോളോട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, ചെറിയ കുഞ്ഞടപ്പാണ്. ആ അടപ്പിന് 2 അടപ്പ് ഈസ്റ്റേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് ഈസ്റ്റേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഈസ്റ്റ് ചേർക്കാഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഈസ്റ്റ് ചേർത്തത്. ചിലർക്ക് ഈസ്റ്റ് ചേർക്കുന്നത് ഇഷ്ടമല്ല, ഈസ്റ്റിൻ്റെ ചുവയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ അത് അരച്ചെടുത്തു. നമ്മൾ ആദ്യം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ചിരുന്നല്ലോ, ആ പാത്രത്തേക്ക് ആ മാവ് ഒഴിച്ചിട്ട് നല്ലോണം ഒരു തവിയുണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കണം, എന്നാലുള്ളൂ എല്ലാ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ പഞ്ചസാരയും അതേപോലെ തന്നെ ഈസ്റ്റൊക്കെ ചേർത്തല്ലോ, അതൊക്കെ എല്ലായിടത്തും ആവണമെങ്കിൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തു. മാവ് സെറ്റാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് പാലപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയത് ഒറ്റ ഇതിലാണ് കാണിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചെയ്ത പണിയാണിത്. നൂൽപുട്ടിൻ്റെ മാവക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിനി, വെള്ളം ചൂടായിട്ടുണ്ടെങ്കിൽ അതും ചൂടേറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ അച്ഛന്ന് പോരൂല. അപ്പോൾ ഞാനെപ്പോഴും പറയലുണ്ടല്ലോ, ഞാൻ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ വരുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കും. ആ ഒരു ചൂടുള്ള വെള്ളം കൊണ്ടാണ് കേട്ടോ ഞാൻ നൂൽപുട്ടിന് മാവ് റെഡിയാക്കി എടുക്കൽ. അപ്പോൾ ഇത് ഞാൻ തന്നെ വീട്ടിൽ അരി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തതാണ്. ഇതങ്ങനെ വറുത്തതല്ല. വറുത്ത പൊടിയാകുമ്പോൾ നമുക്ക് ഇതിലേറെ വെള്ളത്തിന് ചൂടും വേണം, വെള്ളവും ഇതിലേറെ വേണ്ടി വരും. നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കൂലേ, അതൊക്കെ വറുത്ത് വരുന്നതാണ്. ഇത് വറുത്തതല്ല കേട്ടോ, വറുക്കാത്ത അരിപ്പൊടിയാണ്. അതുകൊണ്ട് ഈ ഒരു ചൂടുള്ള വെള്ളം ഇതിന് പാകമാണ് കേട്ടോ. അപ്പം ഞാനിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണിത് കുഴച്ചെടുക്കുന്നത്. ആദ്യം സ്പൂൺ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കും. നമുക്കറിയാലോ ഇത് നനയുമ്പം ഇനിയിപ്പം മതി എന്നുള്ളത്. ഇനിയിപ്പം ഒക്കെ കൂടെ ലാസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കും. ആ സമയത്തിന് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തെളിച്ചു കൊടുക്കും കേട്ടോ. അപ്പം അതിൻ്റെ ആവശ്യം വരലില്ല. നമ്മൾ ആദ്യം ചേർക്കണ വെള്ളം തന്നെ പാകയിക്കാരം. അടിയിലുള്ള അരിപ്പൊടിയൊക്കെ നല്ലോണം നനയണം. അപ്പം നല്ലോണം സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ കൈ കൊണ്ടൊന്നും കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം ബലം പിടിച്ച് കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ നൂൽപുട്ടിനുള്ള മാവും സെറ്റായി. അപ്പം ഇനി നൂൽപുട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉറങ്ങാനേ ടൈം കുറേ എടുക്കും. കാരണം എന്താ വെച്ചാൽ പെരും ചൂടാണ് നമ്മളവിടെയൊക്കെ, എല്ലായിടത്തും ചൂട് തന്നെ ആവും. അപ്പോൾ ഈ നേരത്തെ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇപ്പം മക്കളൊക്കെ ഉണ്ട് കേട്ടോ, ആരും ഉറങ്ങിയിട്ടില്ല. അപ്പം ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിയൊന്നുമില്ലല്ലോ. ആ ഒരു സമയത്ത് തന്നെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കൊടുക്കും വേണ്ടേ, 5:30 ആകുമ്പോഴത്തേനും കൊടുക്കണം. എന്നാൽ പിന്നെ രാവിലെ ഒരു 4:30 ആകുമ്പോൾ എണീറ്റാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കുറേ മുന്നേ എണീക്കണം. അപ്പോൾ ആ നേരത്ത് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പേടിയാണ്. പിന്നെ മക്കളെയും ഓലൊക്കെ വിളിച്ചോണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പണിയെടുക്കേണ്ടത് വിചാരിച്ചിട്ട് എല്ലാവരും ഉറക്കും കളയണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ നൂൽപുട്ട് രാത്രി തന്നെ റെഡിയാക്കാണ് കേട്ടോ. പിന്നെ നൂൽപുട്ട് ചുടാൻ എനിക്ക് ഒരു പണിയില്ല. എനിക്ക് ഇഷ്ടമാണ് നൂൽപുട്ട് ഉണ്ടാക്കണത് കേട്ടോ. കാരണം എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ചിൽ അങ്ങനെ ബലം പിടിച്ച് അങ്ങനെ പീച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതൊന്ന് പോരും. അപ്പോൾ പിന്നെ വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ ഈ ഒരു 6 പ്ലേറ്റിൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ആദ്യം ഞാനിങ്ങനെ 6 അങ്ങോട്ട് ഇതേപോലെ അങ്ങനെ പീച്ചെടുക്കും. പിന്നെ 3 വേവിക്കാൻ വെക്കും. പിന്നെ അപ്പോഴത്തേന് 3 വെന്തിട്ടുണ്ടാവും. അതിക്ക് പിന്നെ ഇതേപോലെ പീച്ചെടുക്കും. അങ്ങനെ ഒരു അധികം സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ എന്നാലേ നമുക്ക് പുറത്തേക്ക് ഫുഡിന് ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഏൽക്കുമ്പോൾ എല്ലാ കാര്യവും നോക്കിയിട്ട് വേണം ഏൽക്കാൻ. ഇപ്പോൾ രാവിലെ 5:30 കൊടുക്കണം എന്ന് പറഞ്ഞാൽ 5:30 കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ മുന്നേ നീച്ചുണ്ടാക്കണം. അപ്പോൾ നമ്മളൊന്ന് എണീക്കാൻ വൈകിയാൽ തന്നെ ചിലപ്പം ആ സമയത്തിന് ഫുഡ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെ അവിടെ ഫുഡും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ഏറ്റാൽ മതി കേട്ടോ. ഇങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് കാര്യമാകുമ്പോഴാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ അലാറം വെച്ച് അലാറം അടിക്കാൻ എന്നാലും കഴിഞ്ഞില്ലേ. അപ്പം നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തിനേലൊക്കെ ഞാൻ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം ഇങ്ങോട്ട് മുറുകൂല കേട്ടോ. രാവിലെ ഞാൻ കറക്റ്റ് സമയത്തിന് എണീക്കൂലേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണീറ്റിട്ട് ഫോൺ എടുത്ത് നോക്കും. പിന്നെ ഇതുമൂലൊന്നും എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടൂല കേട്ടോ. പിന്നെ എന്നാൽ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ കുടിരിക്കലാണ് കേട്ടോ, പുതുതായിട്ട് വീട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്താമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. പിന്നെ എന്നോട് പൊറോട്ട ഉണ്ടാക്കി തരുമോ ചോദിച്ചിന്. പൊറോട്ട എനിക്ക് വെക്കൂല പറഞ്ഞു ഞാൻ. പൊറോട്ട മോലൊക്കെ നല്ല പണിയാണ് എനിക്ക് കേട്ടോ. ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീട്ടിലേക്കൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇങ്ങനെ പുറത്തേക്കൊന്നും ഞാൻ പൊറോട്ട ഒന്നും ഉണ്ടാക്കി കൊടുക്കലില്ല കേട്ടോ. അപ്പം അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഏറ്റതാട്ടോ ഞാൻ. അല്ലാതെ ഇതുമൊന്നും നമുക്ക് വലിയ പൈസ ഒന്നും കിട്ടുമൊന്നുമില്ല. എന്നാലും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ ഫസ്റ്റത്തെ ട്രിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു വാഴൻ്റെല വെട്ടിക്കൊണ്ടൊന്ന് നല്ലോണം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതേപോലെ വാഴൻ്റെലൊക്കെ വെട്ടുമ്പോഴും നമ്മൾ നല്ലോണം നോക്കണം. അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഫുഡിൽ പെട്ട് കഴിഞ്ഞാൽ കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ ജീവിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം. അപ്പോൾ അതൊക്കെ നല്ല നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാൻ. ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ എന്നോട് തന്നെ വിളിച്ച് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. എനിക്കും ഇതേപോലെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ തുടങ്ങേണ്ടി, സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ എനിക്കറിയണതൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതേപോലെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ലിക്വിഡും കാര്യങ്ങളൊക്കെ നല്ലോണം പിന്നെ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡൊക്കെ എന്തെങ്കിലും കുറഞ്ഞൊരു അംശം അതിൽ ഉണ്ടായാൽ മതി, വയറുവേദനയും കാര്യങ്ങളൊക്കെ വരും ആ പാത്രത്തിൽ നമ്മൾ പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പം. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കെൻ്റെ ആങ്ങള നല്ലോണം ക്ലാസ് എടുത്ത് തരും.
ഓനൊരു ഷെഫാണ് കേട്ടോ. ഓന് മദീനത്താണ് പിന്നെ ഈ ഷവർമ്മ ഉണ്ടാക്കൂലേ, അതാണ് കേട്ടോ ഓനക്ക് പണി. അങ്ങനെ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണ് നല്ലോണം വേണം, നാലാ വൈക്കും കണ്ണ് വേണം. അങ്ങനെ ഇതാ എൻ്റെ നൂൽപുട്ടിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ സമയം എത്രയായി അറിയോ? 11:45 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 4:30 ആകുമ്പോൾ എണീറ്റാൽ മതി. പാലപ്പം ചുട്ടിട്ട് 5:30 ആകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ എണീറ്റാൽ തന്നെ പാലപ്പൊക്കെ ആവും കേട്ടോ. നൂൽപുട്ട് പിന്നെ ഞാനിങ്ങനെ വാഴണ്ടലേക്ക് ഇട്ട് കൊടുക്കണം. എന്തിനറിയോ? പിന്നെ നമ്മളിങ്ങനെ അടുപ്പത്ത് നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ പാത്രത്തേക്ക് ഇട്ട് കൊടുത്താൽ കടന്നുകാണ്ട് ആ ചൂടിൽ കടന്നുകാണ്ട് ഒന്നും കൂടി വേവും. അപ്പോൾ ബലം വെക്കാൻ ഇങ്ങനെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ കുഴപ്പമുണ്ടാവില്ല. വാഴണ്ടലിലാവുമ്പോഴേ ഇങ്ങനെ പരത്തി നമുക്കാണ് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് നമ്മളെല്ലാം ചുട്ടൊക്കെ വരുമ്പോഴത്തേന് ചൂടാറും ചെയ്യും. അപ്പം ഇനി ഇതിപ്പോൾ തന്നെ ഞാൻ പാത്രത്തേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ അതാണ് എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അങ്ങനെ അതാ ഒരു ചെമ്പക്ക് ഇടണുണ്ടോ. അതിൻ്റെ അടിയിലും ഞാനൊരു വാഴണ്ടലേക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ ആണ് ഇട്ട് കൊടുക്കൽ. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ നോക്കുമ്പോൾ കാണുന്നില്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ വാഴണ്ടലേക്ക് വെച്ച് അപ്പൊക്കെ എണ്ണിയാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പല്ല നൂൽപുട്ട് കേട്ടോ. പിന്നെ ഇത് കൊണ്ടേ കൊടുക്കാനും ഒരു വരൂല, നമ്മൾ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ പിന്നെ ആ സമയത്ത് പിന്നെ ഞാൻ കാക്കാനെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മൾ അടുത്തത്തെ ഒരു കാക്ക ആണ് കൊണ്ടേ കൊടുക്കൽ. അപ്പം ഞാൻ കാക്കാനെ വിളിച്ചിട്ടില്ല. ഞാൻ സ്കൂട്ടിമ്മ കൊണ്ടേ കൊടുക്കാൻ വിചാരിച്ചു. ബാബു ഉണ്ടാവും തുണക്ക്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ പോവാൻ വിചാരിച്ചിട്ടോ. പിന്നെ അധികം ദൂരമൊന്നുമില്ല, ചെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ കൊടുക്കേണ്ടത് ഫുഡ്. അങ്ങനെ അതൊക്കെ പത്രത്തിലാക്കി വെച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. പിന്നെ 4:30 ആയപ്പോൾ എണീറ്റ് വന്ന് ഇതാ നമ്മളെ മാവൊക്കെ നോക്കിയപ്പോൾ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈസ്റ്റ് കുറച്ച് ചേർത്തതുകൊണ്ട് പുറത്തേക്ക് ഒലിച്ച് പോകുകയൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് ഒലിച്ചൊക്കെ പോവലുണ്ട്. ഈസ്റ്റ് കൂടുമ്പോഴാണ് അങ്ങനെ. ഇത് കുറഞ്ഞ ഈസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നല്ലൊരു പണി എനിക്ക് കിട്ടി. ഇതിൻ്റെ പാലപ്പച്ചട്ടി ഇപ്പോൾ മാറ്റാനയക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ കോട്ടിംഗ് ഒന്നും പോയിക്കല്ല. പക്ഷേ എന്താ വെച്ചാൽ ഇതിലെല്ലാം കുക്ക് ചെയ്യും. ഇപ്പം കുട്ടികൾ കുക്കിങ് തുടങ്ങിയപ്പോഴേ ഓൽക്ക് ചെറിയൊരു ചട്ടി തന്നെയാണല്ലോ, ചെറിയൊരു ചട്ടിയായിട്ടുള്ളത് ഇതാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പം ഓരെന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഇതെടുക്കും. ചിലപ്പോൾ ഞാനും എടുക്കലുണ്ട്, എന്തെങ്കിലും തൂമിക്കാനോ അങ്ങനെയൊക്കെ ഞാനും എടുക്കലുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അപ്പത്തിന് മാവ് ഒഴിച്ചിട്ട് ഇതൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാൻ ആകെ പേടിച്ച് ആ ഒരു സമയത്ത് പിന്നെ എന്താ ചെയ്യുക, അടുത്ത വീട്ടിലും കൂടെ പോകാൻ പറ്റൂല, ആരും നീച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം നമ്മളെ ദോശപ്പാനാണ് വെച്ചിട്ടോ, ദോശച്ചട്ടിയാണ് വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് പരത്തി കൊടുത്തു. അപ്പോൾ മാവ് പാലപ്പത്തിൻ്റെയാണ്, കണ്ട ദോശയാണ്. ഇതിൻ്റെ പിക്ക് ഞാൻ FBയിൽ ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിനി ദോശയാണോ എന്ന് ചോദിച്ചിനി. ദോശയല്ല, പാലപ്പാണ്. മാവൊക്കെ പാലപ്പാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പാലപ്പം കഴിക്കാൻ. കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം ഈ ചട്ടിയിൽ അങ്ങനെയാണ് ചുട്ടെടുത്തിട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ഉള്ളിലൊരു കാളലുണ്ടായിനും. പഠിച്ചോനെ ഇത് കൊളായി കഴിഞ്ഞാൽ ആകെ കുടുങ്ങൂലേ. പിന്നെ ഒരു വിളിച്ചും ചെയ്ത് ഫുഡ് കൊടുത്തയച്ചോ എന്ന് ചോദിച്ചാണ്ട്. 5:30 കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ പോലെ 5 മണി ആയപ്പോൾ തന്നെ വിളിച്ചിട്ടോ. 4:50 55 ആയപ്പോൾ വിളിച്ച്. പിന്നെ ഞാൻ എന്താക്കി, അപ്പുറത്തെ അടുപ്പിലും വേറൊരു ചട്ടിയും വെച്ചാണ്ട് അങ്ങനെ 2 ചട്ടിയിലാക്കിയിട്ട് വേഗം ചുട്ടുട്ടോ. അങ്ങനെ പാലപ്പൊക്കെ ചുട്ടാണ്ട് കൊണ്ടുപോയി കൊടുത്തു. പാലപ്പല്ല, വെള്ളപ്പം എന്തും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭാഗ്യത്തിന് കഴിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കും വേണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേരുദോഷം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, പിന്നെ നമുക്കാരും ഫുഡിന് ഓർഡർ തരുമില്ല. പക്ഷേ എവിടെയും നമ്മൾ തളരാൻ പാടില്ല. തളർന്നു പോയാൽ പിന്നെ പോയി കാര്യം. അപ്പോൾ നമ്മളെ പാലപ്പൊക്കെ സെറ്റായിട്ടോ. ഞാൻ വേഗം ഒക്കെ പാത്രത്തിലാക്കിയൊക്കെ കൊടുത്തയച്ചൊക്കെല്ല ഞാനും ബാബുവും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞാൻ പോയപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ ഭയങ്കര ടെൻഷന്. അത് കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ടാണ് ഒരു മനസ്സമാധാനമായത് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടോ. പിന്നെയാണ് നിസ്കരിക്കാനൊക്കെ പോയത്. അപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പാലപ്പം ദോശച്ചട്ടിയിൽ ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിനി. അതേപോലെ നമ്മൾ കൊടുത്ത ഓർക്കും കുഴപ്പമൊന്നുമില്ല, ഓരും നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. പിന്നെ കറിയൊന്നും വേണ്ടവർക്ക് കറി അവിടെ വീട്ടിലുണ്ടാക്കിയേക്കാണ്, പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.